ചില ഡ്രസ്സിനാണ് നടന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടത് ഈശോ അത്തിമരത്തെ ശപിക്കുന്ന രംഗമാണ്. ഇവിടെ ഈശോ അത്തിമരത്തെ ശപിക്കുന്നു. പിറ്റേ ദിവസം അതിലൂടെ കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ നോക്കുമ്പോൾ ആ അത്തിമരം സമൂലം ഉണങ്ങിപ്പോയതായിട്ട് അവർ കാണുന്നു. വളരെ ആശ്ചര്യത്തോടെ അവർ ഈശോയോട് ചോദിക്കുകയാണ്, ഇതെങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈശോ വളരെ നിസ്സാരമായിട്ട് പറയുകയാണ്, നിങ്ങൾക്കൊരു കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അതൊന്നും സംഭവിക്കും എന്ന് പറയുകയാണ്. അതിലൂടെ ഈശോ എന്താണ് ശിഷ്യന്മാരെ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചത്? ഈശോ പറയുകയാണ്, വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇമ്പോസിബിൾ ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും പോസിബിൾ ആക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഒരിക്കലും നടക്കുകയില്ല എന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങൾ പോലും വളരെ സിമ്പിളായിട്ട് നടത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്ന് പറയുകയാണ്. അതായത് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ആശയം, വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാര കാര്യമല്ല, അതിലൂടെ വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ വിശ്വാസ ജീവിതത്തിൽ വളരാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇമ്പോസിബിൾ ആണെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ പോലും പോസിബിൾ ആക്കി എടുക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.